ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് PSCയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് പെട്ടെന്ന് തന്നെ നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ലഭിക്കും. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ അധികാരിയായി 2022 നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ അധികാരിയായി 2022 നിയമിക്കപ്പെട്ട വ്യക്തി ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജി മാധവൻ നായർ, എസ് ഉണ്ണികൃഷ്ണൻ നായർ, കെ ശിവൻ, എസ് സോമനാഥ്. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എസ് സോമനാഥാണ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ അധികാരിയായി 2022 നിയമിക്കപ്പെട്ട വ്യക്തിയാണ് എസ് സോമനാഥ്. അടുത്തത്: വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14-ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിൻ്റെ പേര്. വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14-ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ലീലാതിലകം, ശ്രീകൃഷ്ണചരിതം, തർക്കശാസ്ത്രം, അഥർവവേദം. ഉത്തരം വരുന്നത് ലീലാതിലകമാണ്. വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14-ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിൻ്റെ പേരാണ് ലീലാതിലകം. അടുത്തത്: വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏത് ഘടകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു? വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏത് ഘടകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു? വിപണനം, പ്രചാരണം, പരസ്യം, ബ്രാൻഡിംഗ്. ഉത്തരം ഏതാണ്? വിപണനമാണ്. അടുത്ത ചോദ്യം നോക്കൂ: ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏതു രാജ്യത്തിലാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്തിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചൈന, ജപ്പാൻ, ഇന്ത്യ, നൈജീരിയ. ഉത്തരം ഏതാണ്? ചൈനയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്താണ്? ചൈനയിലാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം? താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം? സാങ്കേതിക വിദ്യ, പരിസ്ഥിതി, സംസ്കാരം, ഇതൊന്നുമല്ല. ഉത്തരം വരുന്ന ഇതാണ്, പരിസ്ഥിതിയാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം? പരിസ്ഥിതി. 6 ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ്? 6 ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ്? മിതാലി രാജ്, ഹെയ്ലി മാത്യൂസ്, മെഗ് ലാനിങ്, പൂനം റാവുട്ട്. ഉത്തരം ഏതാണ്? മിതാലി രാജാണ്. 6 ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ്? മിതാലി രാജ്. 2021 ജ്ഞാനപീഠ അവാർഡ് ജേതാവ് ആരാണ്? 2021 ജ്ഞാനപീഠ അവാർഡ് ജേതാവ് ആരാണ്? അമിതാഭ് ഘോഷ്, ദാമോദർ മൗസോ, അക്കിത്തം അച്യുതൻ നമ്പൂതിരി, ONV കുറുപ്പ്. ഉത്തരം ഏതാണ്? ദാമോദർ മൗസോ ആണ്. 2021 ജ്ഞാനപീഠ അവാർഡ് ജേതാവ് ആരാണ്? ദാമോദർ മൗസോ. എവിടെയാണ് 1857 കലാപം ആരംഭിച്ചത്? എവിടെയാണ് 1857 കലാപം ആരംഭിച്ചത്? ബോംബെ, ഡൽഹി, മീററ്റ്, ബംഗാൾ. ഉത്തരം ഏതാണ്? മീററ്റാണ്. 1857 കലാപം ആരംഭിച്ചത് എവിടെയാണ്? മീററ്റിലാണ്. എന്നാണ് ദേശീയ ശാസ്ത്രദിനം ആചരിക്കുന്നത്? എന്നാണ് ദേശീയ ശാസ്ത്രദിനം ആചരിക്കുന്നത്? ഒക്ടോബർ 7, ഫെബ്രുവരി 14, ഫെബ്രുവരി 28, മെയ് 11. ഉത്തരം ഏതാണ്? എന്നാണ് ദേശീയ ശാസ്ത്രദിനം ആചരിക്കുന്നത്? ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്രദിനം എന്നാണ് ഫെബ്രുവരി 28. ഏത് വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമായി തുർക്ക്മെനിസ്ഥാനിൽ നടത്തിയ UN ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത്? 2016, 2019, 2021, 2022. ഉത്തരം വരുന്നത് 2021. ഏത് വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമായി തുർക്ക്മെനിസ്ഥാനിൽ നടത്തിയ UN ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത്? ഉത്തരം വരുന്നത് 2021. ഇന്ത്യയുടെ അയൽരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്തതാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇന്ത്യയുടെ അയൽരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻസ് ഇതാണ്: ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ്. ഗൾഫ് ഓഫ് മന്നാറും പാക് കടലിടുക്കും ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്നു. റാഡ്ക്ലിഫ് രേഖ ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്നു. ഖൈബർ ചുരം ഇന്ത്യയെയും ഭൂട്ടാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അപ്പോൾ ഈ പ്രസ്താവനകളിൽ ശരിയല്ലാത്തതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പം ശരിയല്ലാത്തത് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഖൈബർ ചുരം ഇന്ത്യയെയും ഭൂട്ടാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്ന പ്രസ്താവനയാണ് ഇതിൽ ശരിയല്ലാത്തത്.
അടുത്ത ചോദ്യം നോക്കൂ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യമേത്? അർജൻറ്റീന, അൾജീരിയ, ബ്രസീൽ, സൗദി അറേബ്യ. ഉത്തരം ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ബ്രസീലാണ്. ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യമാണ് ബ്രസീൽ. ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ദോഡബെട്ട, ആനമുടി, മഹേന്ദ്രഗിരി, മഹാബലേശ്വർ. ഇതിൽ ഉത്തരം വരുന്നത് ആനമുടിയാണ്. ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകമല്ലാത്തത് ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകമല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വൂളാർ തടാകം, ദാൽ തടാകം, ലോക്തക് തടാകം, സംബാർ തടാകം. ഉത്തരം ഇതാണ്, സംബാർ തടാകം. താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകമല്ലാത്തത് ഏത്? സംബാർ തടാകം. സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നർമ്മദ, കൃഷ്ണ, സത്ലജ്, മഹാനദി. ഉത്തരം ഏതാണ്? ഉത്തരം നർമ്മദയാണ്. സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നർമ്മദ. അടുത്ത ചോദ്യം നോക്കൂ. കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഒഡീഷ, ജാർഖണ്ഡ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്. ഉത്തരം ഏതാണ്? ഛത്തീസ്ഗഡാണ്. കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഛത്തീസ്ഗഡ്. ദേശീയ ജലപാത 2 ഏതൊക്കെ സ്ഥലങ്ങളിൽ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ദേശീയ ജലപാത 2 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ഹാൽഡിയ, അലഹബാദ്, സാദിയ, ദുബ്രി, കോട്ടപ്പുറം, കൊല്ലം, കാക്കിനാദ, പുതുച്ചേരി. ഏതാണ് ഉത്തരം? ഉത്തരം വരുന്നത് സാദിയ ദുബ്രിയാണ്. ദേശീയ ജലപാത 2 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? സാദിയ ദുബ്രി. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെ? നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെ? ഹൈദരാബാദ്, പൂനെ, ബാംഗ്ലൂർ, തിരുവനന്തപുരം. ഉത്തരം ഏതാണ്? ഉത്തരം വരുന്നത് ഹൈദരാബാദാണ്. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദിലാണ്. അടുത്ത ചോദ്യം നോക്കൂ. നറോറ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? നറോറ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. തമിഴ്നാട്, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ. ഉത്തരം ഏതാണ്? ഉത്തരം വരുന്നത് ഉത്തർപ്രദേശാണ്. നറോറ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. അടുത്ത ചോദ്യം നോക്കൂ. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏതു ഭാഷയിലാണ് രചിച്ചത്? മറാത്തി, ഹിന്ദി, ബംഗാളി, ഗുജറാത്തി. ഇതെല്ലാവർക്കും അറിയായിരിക്കും. ഉത്തരം വരുന്നത് ഏതാണ്? ബംഗാളിയാണ്. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചത്? ബംഗാളി. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ്? കപാൽ കുണ്ടല, ആനന്ദമഠം, ദുർഗേഷ് നന്ദിനി, ദേവി ചൗധുരാനി. ഏതാണ് ഉത്തരം? ആനന്ദമഠമാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്? ആനന്ദമഠത്തിൽ നിന്ന്. അടുത്ത നോക്കും. ഇന്ത്യൻ പൗരൻ്റെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റേത്? അപ്പോൾ തെറ്റാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഭരണഘടനയാണ്. മൗലികാവകാശങ്ങളിൽ മാറ്റം വരുത്തുവാൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഗവൺമെൻറ്റിൻ്റെ ഒരു ഘടകവും മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. മൗലികാവകാശങ്ങൾ ന്യായവാദാർഹമല്ല. ഇവിടെ തെറ്റായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മൗലികാവകാശങ്ങൾ ന്യായവാദാർഹമല്ല. അടുത്ത ചോദ്യം. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷമേത്? ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷമേത്? 2005, 2004, 2006, 1999. ഉത്തരം ഏതാണ്? ഉത്തരം വരുന്നത് 2005 ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 2005. അപ്പോൾ PSCയുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ നോക്കിയത്. കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.